കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണം ഇടപാട് കേസിൽ CPMനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്തതോടെ കൂടുതൽ അറസ്റ്റ് സാധ്യത കൂടി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണം ഇടപാട് കേസിൽ CPMനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്തതോടെ കൂടുതൽ അറസ്റ്റിന് സാധ്യത കൂടി. കരുവന്നൂർ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം പാർട്ടി കൈപ്പറ്റിയെന്ന് ED റിപ്പോർട്ടിൽ പറയുന്നു. CPMന്റേതും സ്വകാര്യ വ്യക്തികളുടേതും ഉൾപ്പെടെ 29 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. EDയുടെ നടപടികൾ കരുതലോടെ മാത്രമേ CPM പ്രതികരിക്കുന്നുള്ളൂ. EDക്കെതിരെ നിയമ പോരാട്ടത്തിന്റെ സാധ്യത കൂടി CPM തേടും. തൃശൂരിൽ BJPയുടെ സുരേഷ് ഗോപി ജയിച്ചത് കരുവന്നൂരിലെ ഒത്തുതീർപ്പിന്റെ ഭാഗമായാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. പുതിയ സംഭവ വികാസത്തോടെ ഈ പ്രചാരണത്തെ പ്രതിരോധിക്കാൻ CPMനാകും. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിലാണ് ഇത് കണ്ടുകെട്ടിയിരിക്കുന്ന സ്വത്തും അക്കൗണ്ടുകളും ഉള്ളത്. പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ 8 അക്കൗണ്ടുകളാണ് കണ്ടുകെട്ടിയത്. ഇരുതല മൂർച്ചയുള്ള നടപടിയാണ് ഇതെന്ന് CPM തിരിച്ചറിയുന്നുണ്ട്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 2 അക്കൗണ്ടുകളും ഇതിൽ ഉൾപ്പെടും. പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയും കണ്ടുകെട്ടി. CPMൽ നിന്ന് മാത്രം കണ്ടുകെട്ടിയത് 70 ലക്ഷത്തിലധികം രൂപയും സ്വത്തുക്കളുമാണ്. CPMനൊപ്പം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും അനധികൃതമായി ലോൺ സമ്പാദിച്ചവരുടെ സ്വത്താണ് കണ്ടുകെട്ടുന്നത്. CPMന്റെ 60 ലക്ഷം രൂപയുടെ 8 ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമാണ് ED കണ്ടുകെട്ടിയത്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിരോധമാണ് ഇതിന് പിന്നിലെ എന്ന് CPM ആരോപിക്കുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 3ാം ഘട്ട സ്വത്ത് മരവിപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റേത്. 29 കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. കണ്ടുകെട്ടിയതിൽ അധികവും ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് തിരിച്ചടക്കാത്തവരുടെ സ്വത്തുക്കളാണ്. കരുവന്നൂർ കള്ളപ്പണം ഇടപാടിൽ CPM തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവും ഇടപെടലും പങ്കാളിത്തവും ഉണ്ട് എന്നാണ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുക്കൾ മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് കടന്നത്. കരുവന്നൂർ ബാങ്കിൽ CPMന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം സ്വത്ത് മരവിപ്പിച്ചതിന്റെ ഒരറിയിപ്പും തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് MM വർഗീസ് പ്രതികരിച്ചു. അതിന്റെ കേസിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. ED ചോദ്യം ചെയ്ത CPM നേതാക്കൾ എല്ലാം അറസ്റ്റ് ഭീഷണിയിലാണ്. മുൻകൂർ ജാമ്യം തേടുന്നതടക്കം ഇവർക്കായി CPM പരിഗണിക്കുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPM നേരിടുന്ന വലിയ പ്രതിസന്ധിയായി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് മാറിയേക്കും. വിവിധ പാർട്ടി ഘടകങ്ങളുടെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ 2 അക്കൗണ്ടുകളും മരവിപ്പിച്ച് വരുന്നു. പറശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ സ്ഥലമാണ് മരവിപ്പിച്ചിരിക്കുന്നത്. തട്ടിപ്പ് പണം CPMന് കിട്ടിയെന്നാണ് ED പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് കേസിൽ CPMലെ പ്രതിയാക്കുന്നത്. CPMന്റെയും വ്യക്തികളുടെയും അടക്കം 28 അക്കൗണ്ടുകളുടെയും സ്വത്തുക്കളുമാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. അതിനിർണായകമായ നീക്കമാണ് ഈ കേസിൽ ED ചെയ്തിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റും മറ്റും കേസുകളിൽ ഉണ്ടാകുമെന്ന സാധ്യതയും ഏറെയാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPMന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് ED പറയുന്നത്. ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ മന്ത്രാലയം എന്നിവയ്ക്ക് ED കൈമാറുകയും ചെയ്തു. തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളുടെ പാർട്ടിയുടെ 25 അക്കൗണ്ട് വിവരങ്ങൾ CPMന്റെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് വെളിപ്പെടുത്തലുകളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറിയിട്ടുണ്ട് എന്ന് ED ആരോപിച്ചിരിക്കുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നടപടികൾ.